ഡിഡക്റ്റയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസം മുമ്പ് ഞങ്ങൾ ഒരു ലൈവ് ചെയ്തിരുന്നു. ആ ലൈവിൽ വന്ന ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു: ചെറുപ്പം തൊട്ടേ മതം പഠിച്ച ഒരു വ്യക്തി അയാൾ ജിഹാദിയായാൽ അത് മതത്തിന് മാത്രം കുഴപ്പമല്ലേ? അപ്പം മതങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്നതോടുകൂടി അത് തടയാൻ പറ്റില്ലേ? ഇങ്ങനെയായിരുന്നു ആ ചോദ്യം. വെരി വാലിഡ് ക്വസ്റ്റ്യൻ, റൈറ്റ്? ചെറുപ്പം തൊട്ടേ മതം പഠിക്കുന്നതുകൊണ്ടാണ് റിലീജിയസ് ഫണ്ടമെൻ്റലിസം ഉള്ളത് എന്നത് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു നറേറ്റീവാണ്. പലപ്പോഴും മീഡിയയിൽ തീവ്രവാദം എന്ന ലേബൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ന്യൂസുകളിൽ ഭൂരിഭാഗവും ഒരു പ്രത്യേക മതത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ആളുകൾ അഫിലിയേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് പലപ്പോഴും മത വേഴ്സുകൾ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഈ മത ഗ്രന്ഥങ്ങളിലെ ചില വേഴ്സുകൾ ഇവരുടെ പ്രവൃത്തിയായിട്ട് മാച്ച് ആവുന്നുണ്ട് എന്ന് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ആളുകൾ മതം കാരണം അല്ലെങ്കിൽ മതം പഠിച്ചത് കൊണ്ടും മതം ഇൻഫ്ലുവൻസ് ചെയ്തതും കൊണ്ടാണ് തീവ്രവാദത്തിലേക്ക് പോകുന്നത് എന്ന വളരെ കൺവിൻസിങ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷനിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇസ്ലാമോഫോബിയയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇസ്ലാമോഫോബിയയെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ ഒരു വീക്ഷണം ഫാക്ച്വൽ ആണോ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഒരു വിഭാഗം മനുഷ്യരെന്ന് പറയുന്നത് അവർ സമൂഹത്തെ കാണുന്നത് വിശ്വാസങ്ങളാണ് സൊസൈറ്റിയെ ഷേപ്പ് ചെയ്യുന്നത് എന്നതാണ്. ഉദാഹരണത്തിന്, ഈ സമൂഹത്തിൽ ഈവിൽ എന്തുകൊണ്ടുണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോശം മോറൽ ഐഡിയോളജി വിശ്വസിക്കുന്ന മനുഷ്യരുണ്ട്, അതുകൊണ്ടാണ് ഈവിലുള്ളത് എന്നായിരിക്കും ഇവർ പറയുക. തീവ്രവാദം എന്തുകൊണ്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജി വിശ്വസിക്കുന്ന മനുഷ്യർ സമൂഹത്തിലുണ്ട്, അതുകൊണ്ട് തീവ്രവാദമുണ്ട്. ഇപ്പം ഇന്ത്യ എന്തുകൊണ്ട് ജനാധിപത്യ രാജ്യമാണ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യം എന്ന ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം അല്ലെങ്കിൽ കാലക്രമേണ മനുഷ്യർക്ക് രാജവാഴ്ച തെറ്റാണ് എന്ന ഒരു ഐഡിയോളജി വന്നു, ജനാധിപത്യം നല്ലതാണ് എന്നൊരു ഐഡിയോളജി വന്നു, അതുകൊണ്ട് സമൂഹത്തിൽ ജനാധിപത്യം നിലനിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ നമ്മുടെ സമൂഹത്തിലെ ഒരു ഗ്രൂപ്പ് ഓഫ് മനുഷ്യർ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ഈ എക്സ്പ്ലനേഷൻ നിങ്ങൾ എടുക്കുമ്പോൾ ഇവരൊരു കോമൺ പാറ്റേൺ നമുക്കാണ്. ഇവരെല്ലാം ഐഡിയോളജിക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. ഐഡിയോളജി, വിശ്വാസം, ആറ്റിറ്റ്യൂഡ്സ്, ബിലീഫ്സ്, സൈക്കോളജി, ഇൻഡിവിജ്വൽ സൈക്കോളജി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സമൂഹത്തിലെ പ്രശ്നങ്ങളെയും ഗുണങ്ങളെയും നിർണ്ണയിക്കുന്നത് എന്ന് കരുതുന്ന മനുഷ്യരാണ്. അതിൻ്റെ അത് ഭയങ്കര കൺവിൻസിംഗ് ആണ് കേട്ടോ. കേൾക്കുമ്പോൾ നമുക്ക് വളരെ ശരിയാണല്ലോ എന്ന് തന്നെ തോന്നുന്നു. ആ ഒരു തോട്ട് ഈസ് വെരി ഒബ്വിയസ്, നമ്മുടെ മുഖത്തടിക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നത്. ഇത് വളരെ ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമല്ലേ? ബട്ട് ഹിയർസ് ദ പ്രോബ്ലം. ലെറ്റ്സ് അസ്യൂം ദാറ്റ് മതമാണ് ഇതിന് കാരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചില ചരിത്രപരമായിട്ടുള്ള ഇൻസിഡൻസ് എടുത്തു നോക്കാം. ഒട്ടോമൻ സാമ്രാജ്യം 1857 കാലഘട്ടങ്ങളിൽ ജൂതന്മാർക്ക് ജിസിയ ഒഴിവാക്കണം എന്ന പ്രൊക്ലമേഷൻ കൊടുക്കുന്നുണ്ട്. തുർക്കിയിലെ ജൂയിഷ് കോൺഗ്രസ് തന്നെ അവരുടെ ചരിത്രത്തിൽ എഴുതി വയ്ക്കുന്നുണ്ട്, അറബികളായിരുന്നു ഞങ്ങളുടെ ജീവിതം രക്ഷിച്ചതെന്ന്. പലസ്തീൻ പ്രദേശത്ത് സയണിസ്റ്റ് ഇൻവേഷന് മുമ്പ് ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിൽ ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് ചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇങ്ങനെ നിന്നിരുന്ന മിഡിൽ ഈസ്റ്റിൽ ഇന്ന് മുസ്ലിങ്ങൾ തന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുകയും യുദ്ധം ചെയ്യുകയും ബോംബിടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എന്തുകൊണ്ട് മാറുന്നു? ഇസ്ലാമിക തീവ്രവാദം കാരണം മരിക്കുന്നതിൽ ഭൂരിപക്ഷവും മുസ്ലിങ്ങൾ തന്നെയാണ്. മതമാണ് പ്രശ്നമെങ്കിൽ മതം പഠിച്ച ആളുകളെ തന്നെ മതം പഠിച്ച ആളുകൾ എന്തുകൊണ്ട് കൊല്ലുന്നു? ഈ തീവ്രവാദത്തിനെതിരെ സപ്രസ് ചെയ്യാൻ പ്രവർത്തിക്കുന്നതും ഈ രാജ്യങ്ങളിൽ ഈ മുസ്ലിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഒരു കോഹറൻ്റ് ആയിട്ടുള്ളൊരു ഉത്തരം നൽകാൻ മതം പഠിച്ചതുകൊണ്ടാണ് ആളുകൾ തീവ്രവാദികളാവുന്നത് എന്ന ഒരു ഉത്തരത്തിന് പറ്റുന്നില്ല. കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് പറയാൻ പറ്റുന്നത് ഇതിൽ കൊല്ലുന്ന ആളുകളുടെ വിശ്വാസം മാത്രമാണ് പ്യുവർ വിശ്വാസം, ബാക്കിയൊക്കെ ഇംപ്യുവർ വിശ്വാസമാണ് എന്ന ഒരു അഴകുഴമ്പൻ നോൺ എംപിരിക്കൽ ആയിട്ടുള്ള ഒരു ക്ലെയിം വയ്ക്കാം എന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസം, മതമൗലികവാദം, പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് നമ്മൾ വിളിക്കുന്ന ഈ പ്രതിഭാസത്തിൻ്റെ യഥാർത്ഥ കാരണം? അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസത്തെ നിർവചിക്കാൻ കുറച്ച് പാടാണ്. ഈവൻ അതിന് ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസം എന്നുള്ള പേര് തന്നെ ശരിയാണോ എന്നും പലരും ചോദിക്കുന്നുണ്ട്. കാരണം ഇത് വെസ്റ്റ് ഇട്ട പേരാണ്. ഈ വെസ്റ്റേൺ രാജ്യങ്ങളിലുണ്ടായിരുന്ന ഒരു ഫണ്ടമെൻ്റലിസ്റ്റ് മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു, ഈ ക്രിസ്ത്യൻ ഫണ്ടമെൻ്റലിസ്റ്റ് മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. അതായത് ഈ പരിണാമം നമ്മൾ പഠിപ്പിക്കരുത്, സ്കൂളുകളിൽ സൃഷ്ടിവാദം പഠിപ്പിക്കണം, പിന്നെ സ്കൂളുകളിലെല്ലാം മതം പഠിപ്പിക്കണം എന്നുള്ളൊരു മൂവ്മെൻറ്റ് അവിടെ കണ്ടു. അപ്പോൾ അതിനവർ ക്രിസ്ത്യൻ ഫണ്ടമെൻ്റലിസം എന്നുള്ളൊരു പേരിട്ടു. അപ്പോൾ സിമിലർ മൂവ്മെൻ്റ് ആണ് ഇവിടെ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാമിസം, ഇസ്ലാമിസ്റ്റ്, ഇങ്ങനെയുള്ള പല പദങ്ങൾ വെസ്റ്റ് ഇട്ട പേരാണ്. ഇപ്പോൾ അത് വളരെ വൈഡ്ലി യൂസ്ഡ് ആണ്, വേറെ പദമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പദം തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസം അല്ലെങ്കിൽ ഇസ്ലാമിസം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പൊതുവെ ആളുകൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കരുതുന്ന അല്ലെങ്കിൽ നിർവചിക്കുന്ന പ്രതിഭാസത്തിന് ചില ഫീച്ചേഴ്സ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഖുറാനിൽ പറഞ്ഞിട്ടുള്ള ഏതോ ഒരു സൊസൈറ്റി നമുക്കുണ്ടാക്കണം എന്ന എയിമിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഒരു സം ഫോം ഓഫ് ശരിയ നമുക്കുണ്ടാക്കണം. അവർ ക്ലെയിം ചെയ്യുന്നത് ദാറ്റ് ഈസ് ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് ശരിയ.
പ്യൂറസ്റ്റ് ഫോം ഓഫ് ഇസ്ലാം നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇസ്ലാമിക് സ്ക്രിപ്റ്റേഴ്സിൻ്റെ ഞങ്ങൾ പറയുന്ന ഇൻ്റർപ്രിട്ടേഷൻസ് എന്താണോ അതാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് എന്നാണ് അവർ മുമ്പോട്ട് വയ്ക്കുക. അതുകൊണ്ട് തന്നെ ഈ സെക്യുലറിസം, ലിബറലിസം, കമ്മ്യൂണിസം, സോഷ്യലിസം ഇങ്ങനെയുള്ള എല്ലാ ഇസമുകളും വെസ്റ്റേൺ പ്രോഡക്ട്സ് ആണ്. ദീസ് ആർ നോട്ട് കമ്പാറ്റബിൾ വിത്ത് ഇസ്ലാമിക് വേ ഓഫ് ലിവിങ്. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ റിജക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ദീസ് ആർ ഓൾ ബാഡ് തിങ് ഫോർ സൊസൈറ്റി. ഇത് സൊസൈറ്റിയെ ഡിറ്റോറിയേറ്റ് ചെയ്യുന്നു, ഇല്ലാതാക്കുന്നു. ഇറ്റ്സ് കില്ലിങ് ദ സൊസൈറ്റി എന്ന ഒരു വ്യൂ ഈ മൂവ്മെൻറ്റുണ്ട്. പണ്ട് ഏതോ കാലത്തൊരു പ്യുവർ ഇസ്ലാമിക് ഓർഡർ ഉണ്ടായിരുന്നു. ആ ഓർഡർ നമുക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട്. ഈ മനുഷ്യരുടെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. ആൻഡ് കൺട്രോൾ ചെയ്യേണ്ടത് ബേസിക്കലി ഈസ് ബേസ്ഡ് ഓൺ നമ്മുടെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഇസ്ലാം. നമ്മൾ ഇസ്ലാമിനെ എങ്ങനെയാണ് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കൾ എങ്ങനെയാണ് ഇസ്ലാമിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത്, ആ രീതിയിൽ ആളുകളെ കൺട്രോൾ ചെയ്യുന്നത്. അതിലിപ്പം സ്ത്രീകളുടെ റൈറ്റ്സ് ആണെങ്കിലും, LGBTQ വിരുദ്ധതയാണെങ്കിലും, മതവിരുദ്ധരയാണെങ്കിലും, സെക്യുലർ ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിലും എങ്ങനെ അവരുടെ സാമൂഹിക ജീവിതം കൺട്രോൾ ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഈ മോഡേൺ ആയിട്ടുള്ള വികാരങ്ങൾ, നാഷണലിസ്റ്റ് മൂവ്മെൻറ്റുകളെല്ലാം നമ്മൾ തള്ളിക്കളയേണ്ടതുണ്ട്. കാരണം അതൊന്നും ഒതൻറ്റിക് അല്ല. ഞാനിത് എഡിറ്റ് ചെയ്യാൻ ഇരുന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഈ പ്യുവർ ഫോം ഓഫ് ശരിയാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ മാത്രമല്ല, ഫ്രീ തിങ്കേഴ്സും നിരീശ്വരവാദികളും കൂടാണ്. അവരും പറയുന്നത് ഇതാണ് പ്യുവറസ്റ്റ് ഫോം ഓഫ് ശരിയ എന്നാണ്. ലൈക്ക് ബോത്ത് കോയിൻസൈഡ് ഓൺ ദെയർ ഒപ്പീനിയൻസ് ഹിയർ. ഈ മതം വിട്ടു എന്ന് പറയുന്ന ആളുകൾ എന്തിനാണ് വർഗീയവാദികളുടെയും പ്യൂരിറ്റൻവാദികളുടെയും തിയറികൾ എടുക്കുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മളൊരു കാര്യം ചെയ്യുക, ഈ തീവ്രവാദ സംഘടനകളുടെ എല്ലാം പേരെടുത്ത് നോക്കിയിട്ട് ഇവരെന്നാണ് ഉണ്ടായത് എന്ന് നോക്കിയിട്ടുണ്ടോ? നല്ല രസമാണ്. ഞാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഡേറ്റ കാണിച്ചു തരാം. ഇപ്പോൾ ഉദാഹരണത്തിന് അൽ-ഖയ്ദ ഉണ്ടാകുന്നത് 1988, ലഷ്കർ ഇ തയ്യബ ഉണ്ടാകുന്നത് 1987, താലിബാൻ ഉണ്ടാകുന്ന 1994, ബോക്കോ ഹറാം ഉണ്ടാകുന്നത് 2002, ജയ്ഷെ മുഹമ്മദ് ഉണ്ടാകുന്ന 1998, ഐസിസ് ഉണ്ടാകുന്നത് 2013. ആൻഡ് ഇതെല്ലാം ഉണ്ടാകുന്നത് ഒരു കൊളോണിയൽ ഭരണത്തിൽ നിന്ന് വെളിവന്ന രാജ്യങ്ങളിലാണ്. ആൻഡ് ഈ മിക്ക സംഘടനകളും ഉണ്ടാകുന്നത് ഒരു കൊളോണിയൽ ആൻഡ് പോസ്റ്റ് കൊളോണിയൽ ഇറയിലുമാണ് ഇതുണ്ടാകുന്നത്. എന്തുകൊണ്ട്? എന്താ ഈ പാറ്റേൺ വരുന്നത്? ഈ പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാമിസം എന്ന് പറയുന്നത് വാക്വത്തിൽ നിന്നോ ഖുറാനിൽ നിന്നോ പെട്ടെന്ന് ഉണ്ടായി വന്ന ഒരു സംഭവമല്ല. അപ്പം നമുക്കറിയാവുന്ന കാര്യമാണ്, ആദ്യം ഈ ഭാഗങ്ങളെല്ലാം കൊളോണിയലിസ്റ്റ് ഭരണങ്ങളായിരുന്നു. ഇവിടെയുള്ള ട്രഡീഷണൽ എക്കണോമി എല്ലാം ആളുകൾ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. അവിടെ പണ്ടുണ്ടായിരുന്ന ഫ്യൂഡലിസ്റ്റ് എക്കണോമി, സ്മോൾ മർച്ചൻസ്, ഈ കൈത്തൊഴിൽ, ഇങ്ങനെയുള്ള പല സംഭവങ്ങളിലുള്ള ഇൻഡസ്ട്രീസും എക്കണോമിയും ഒക്കെ ആയിരുന്നു. അതെല്ലാം കൊളോണിയലിസം ഡിസ്ട്രോയ് ചെയ്തു. അതിനുശേഷം കൊളോണിയലിസം ഫെയ്ഡ് ഔട്ട് ആയതിനു ശേഷം പുതിയ ഭരണാധികാരികൾ വന്നെങ്കിലും ആ ഭരണാധികാരികൾ കൊണ്ടുവന്ന മാറ്റങ്ങളും അവിടെ പുതിയ തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ലോകത്ത് എന്താണ് നടക്കുന്നത് എന്ന ഒരു സെൻസ് ആളുകൾക്ക് ഉണ്ടാക്കണമായിരുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് ഇവിടെ ഞങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താണ് എന്നതിന് ഇവർക്കൊരു ഉത്തരം വേണമായിരുന്നു. അങ്ങനെ ഇവർ കണ്ടെത്തുന്ന ഉത്തരങ്ങളുടെ ഒരു ഉത്തരമായിരുന്നു പൊളിറ്റിക്കൽ ഇസ്ലാം. അതായത് ഇവിടുള്ള ഇലീറ്റായിട്ടുള്ള മനുഷ്യർ ഇസ്ലാമിക വേയിൽ നിന്നും മാറി വ്യതിചലിച്ചിരിക്കുന്നു. നമ്മുടെ പഴയകാല ഇസ്ലാമിൽ നോക്കൂ, വളരെ സമാധാനവും സന്തോഷത്തോടെയും ജീവിച്ച ഒരു ചരിത്രമാണ് നമുക്കുള്ളത്. ഇപ്പോൾ എന്താണ് പ്രശ്നം? ഇപ്പം ഈ വെസ്റ്റേൺ ഐഡിയാസും വെസ്റ്റേൺ കൾച്ചറും വെസ്റ്റേൺ വേ ഓഫ് ലിവിങ്ങും കാരണം നമ്മുടെ സമൂഹം ഇറോഡായിരിക്കുന്നു, ദ്രവിച്ചിരിക്കുന്നു. ഉള്ളിൽ നിന്ന് ധാർമ്മികതയും നൈതികതയും എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹമാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാരണം. നമുക്കിതിൽ നിന്ന് ഒരു മോചനം കിട്ടണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഇസ്ലാമിനെ റിവൈവ് ചെയ്യണം. ഇന്ന് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇസ്ലാമിനെ നമുക്ക് നല്ല രീതിയിൽ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു വിശ്വാസം അവിടെ ഉണ്ടാവുമ്പോൾ ഈ വിശ്വാസം ചില ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് മാത്രമല്ല ഉണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ബന്ധങ്ങൾ പല തട്ടിൽ മനുഷ്യരെ ആക്കി. ആ പല തട്ടിലിരിക്കുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള ആശങ്കകളും പലതരത്തിലുള്ള ചിന്തകളുമായി മാറി. അത് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. അറബ് നാടുകളിലുള്ള പല ട്രഡീഷണൽ ഫ്യൂഡൽ ലോർഡുകൾക്കും അവരുടെ ഭൂമി നഷ്ടപ്പെടുമോ എന്ന ഒരു ആശങ്ക ഉണ്ടാകുന്നുണ്ട്. ഉദാഹരണത്തിന് ഈജിപ്തിൽ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരുന്നുണ്ട്, അൾജീരിയയിൽ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരുന്നുണ്ട്, ഇറാനിൽ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരുന്നുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരുന്നുണ്ട്. ഈ ഭൂപരിഷ്കരണം ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന ഭൂവുടമകളുടെയും ജന്മികളുടെയും അധികാരവും അവകാശങ്ങളും ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ഇതിൽ അവർക്ക് വളരെ അമർഷമുണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള വിഭാഗത്തിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ ഇത്തരം പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന മൂവ്മെൻറ്റിലേക്ക് ആകർഷകരാകുന്നുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, നിലവിലെ വ്യവസ്ഥ മാറി പഴയ വ്യവസ്ഥ വന്നാൽ മാത്രമേ തങ്ങളുടെ അധികാരം തിരിച്ചു കിട്ടുകയുള്ളൂ എന്ന ആഗ്രഹമാണ് ഈ കൂട്ടർക്ക്. പിന്നുള്ളത് റിച്ച് ക്യാപിറ്റലിസ്റ്റുകളാണ്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കൊളോണിയലിസത്തിൽ നിന്നും ക്യാപിറ്റലിസത്തിലേക്ക് ഒരു മൈഗ്രേഷൻ നടക്കുമ്പോൾ ചില ഇൻഡസ്ട്രികൾ അവിടെ ഉണ്ടായി വന്നു.
അത് കാരണം കുറച്ച് ശതകോടീശ്വരന്മാരും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ മിക്ക സ്ഥലങ്ങളിലും സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുന്നു എന്ന ഒരു പ്രതീതി അവർക്ക് വരുമ്പോൾ ഈ സ്റ്റേറ്റിനെ അട്ടിമറിക്കാൻ വേണ്ടി ഇവർ പലതരത്തിലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന മൂവ്മെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഉത്മാൻ അഹമ്മദ് ഉത്മാൻ എന്ന് പറയുന്ന റിച്ച് ബിസിനസ് ഓണർ മുസ്ലിം ബ്രദർഹുഡിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, തുർക്കിയിലുള്ള വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന പാർട്ടികളെ കൂടുതലും സപ്പോർട്ട് ചെയ്തത് ഇത്തരം റിച്ച് ക്യാപിറ്റലിസ്റ്റുകളായിരുന്നു. ഇറാനിലെ സ്ഥിതി മറ്റൊന്നല്ല. ഖൊമേനിയെ സപ്പോർട്ട് ചെയ്ത പല റിച്ച് ക്യാപിറ്റലിസ്റ്റുകളുടെ ആഗ്രഹം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഷാ ഭരണം രാജകുടുംബവുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റ് ഉള്ള ആളുകൾക്ക് മാത്രമാണ് ബിസിനസ് കൊടുക്കുന്നത് എന്നായിരുന്നു അവരുടെ മനസ്സിലുള്ള വിഷമം. ഇതേസമയം മറ്റ് സ്ഥലങ്ങളിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ക്യാപിറ്റലിസം വരികയും ട്രഡീഷണൽ ഇൻഡസ്ട്രിയിൽ ഇല്ലാതാവുകയും ചെയ്യുന്നതോടുകൂടി ഒരുപാട് ആളുകൾ പട്ടിണിയിലേക്ക് പോയി. ലാൻഡ് റിഫോം നടത്താമെന്ന പ്രോമിസോടുകൂടി പല സർക്കാരുകൾ വന്നെങ്കിലും നല്ല രീതിയിൽ ലാൻഡ് റിഫോമുകൾ നടക്കാത്തത് അവരിൽ ഒരുപാട് അമർഷമുണ്ടാക്കി. ഉദാഹരണത്തിന് അൾജീരിയയിലെ ടോട്ടൽ റൂറൽ പോപ്പുലേഷൻ ഏതാണ്ട് ആ സമയത്ത് 8.2 മില്യൺ ആണെങ്കിൽ അതിലേതാണ്ട് 2 മില്യൺ ആളുകൾക്ക് മാത്രമേ ലാൻഡ് റിഫോം കൊണ്ട് എന്തെങ്കിലും ഗുണമായിട്ടുള്ളൂ. ഇവരെല്ലാം ട്രഡീഷണൽ മുസ്ലിം സൊസൈറ്റിയിൽ ഒരു സ്റ്റേബിൾ ഇൻകം കണ്ട് വളർന്ന ആളുകളായിരുന്നു. പെട്ടെന്ന് അവരുടെ ജീവിത നിലവാരം താഴേക്ക് പോവുകയാണ്. അവസാനം അവർക്ക് സിറ്റികളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടി വരികയാണ്. എന്നാൽ അവർ സിറ്റികളിലെ ചേരികളിലേക്ക് തള്ളപ്പെടുകയാണ് ചെയ്തത്. ഇറാനിൽ 1960കളിൽ നടന്ന ലാൻഡ് റിഫോമും ഇത്തരം ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. ഈജിപ്തിൻ്റെ സ്ഥിതിയും മറ്റൊന്നുമല്ല. ഈജിപ്തിൽ 1970 കാലഘട്ടങ്ങളിൽ നിയോ ലിബറൽ നയങ്ങൾക്ക് വേണ്ടി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇത് കാരണം വലിയ രീതിയിലുള്ള ഒരു ഇൻകം ഇനീക്വാലിറ്റി അവിടെ ഉണ്ടാകുന്നു. ക്യാപിറ്റലിസത്തിൻ്റെ ഒരു സ്വഭാവം നമുക്കറിയാം, എല്ലാ സ്ഥലത്തും അത് ഇൻകം ഇനീക്വാലിറ്റി ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ളൊരു ഓപ്പണിംഗ് അപ്പ് കാരണം പല ആളുകൾക്ക് അവിടെ തൊഴിൽ നഷ്ടപ്പെട്ടു. ഇങ്ങനെ ചേരിയിൽ നിന്ന ആളുകൾക്ക് ഒരു സഹായമായിട്ട് നിന്നത് പള്ളികളായിരുന്നു. പള്ളികൾ നടത്തുന്ന ചാരിറ്റി വഴിയും സ്കൂളുകൾ വഴിയും ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ഫുഡും ഒരു സോഷ്യൽ സപ്പോർട്ടും കിട്ടി. നമ്മുടെ സമൂഹത്തിലെ എലീറ്റ് ആയിട്ടുള്ള മനുഷ്യർ ഇസ്ലാമിൽ നിന്ന് അകന്നു പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ദുരവസ്ഥ ഉണ്ടാകുന്നത് എന്നൊരു ചിന്ത ഈ വിഭാഗത്തിലുള്ള മനുഷ്യർക്ക് കൂടി വന്നു. എന്നാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ നിലനിർത്തിയതും പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്തതും പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടി ജീവൻ കൊടുക്കുന്നതും പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടി ജയിലിൽ കിടന്നതും ഇഞ്ചുറി റിസ്ക് ചെയ്തതും ഒക്കെ ഈ ഗ്രൂപ്പുകളല്ലായിരുന്നു. അത് മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. മിഡിൽ ക്ലാസ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ മാറുന്ന സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളിൽ ഒരു പുതിയ ഗ്രൂപ്പ് ഓഫ് മനുഷ്യർ ഉണ്ടായി വന്നു. ഇവർ വളരെ ഇടത്തരം കുടുംബങ്ങളിൽ നിന്നാണ് വരുന്നത്. ഇവർക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടി. ഇവർക്ക് ഡോക്ടേഴ്സ് ആവാനും എൻജിനീയേഴ്സ് ആകാനും ടീച്ചേഴ്സ് ആവാനും പ്രൊഫസേഴ്സ് ആകാനുമുള്ള സാധ്യതകൾ കൊണ്ടുവന്നു. ചുരുക്കി പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഒരു സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ഈ പോസ്റ്റ് കൊളോണിയൽ ലോകത്ത് സിവിൽ സൊസൈറ്റിയുള്ള മനുഷ്യർ ഒരുപാട് തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ നേരിടേണ്ടി വന്നു. ഇപ്പോൾ നമുക്ക് ഇറാൻ്റെ ഉദാഹരണം എടുക്കാം. ഇറാനിലെ കോളേജുകൾ വളരെ വെസ്റ്റേണൈസ്ഡും വളരെ ലിബറലുമായിരുന്നു. എന്നാൽ ഇടത്തരം കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുറച്ച് ട്രഡീഷണൽ വാല്യൂസ് ഉള്ള മുസ്ലിം സമൂഹത്തിലുള്ള ആളുകൾക്ക് ഈ കോളേജുകൾ സ്വീകാര്യമല്ലാതെ വന്നു. ഒരുപാട് തരത്തിലുള്ള റേസിസം ഇവർ നേരിടേണ്ടി വന്നു. കോളേജിലുള്ള ലിബറൽ മനുഷ്യർ ഇവരെ നോക്കി കളിയാക്കി. പഠിക്കാൻ വന്ന സ്ത്രീകൾ ഈ സ്ഥലം ഞങ്ങൾക്ക് വെൽക്കമിങ് അല്ല എന്നൊരു ചിന്ത ഉണ്ടായി. ഇപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഹിജാബ് ഇട്ട് വന്നു കഴിഞ്ഞാൽ യൂണിഫോം ഇതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പഠിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ഇത്തരം ആളുകൾക്ക് റിസെൻമെൻറ്റ് ഉണ്ടാവുകയാണ്. നമ്മുടെ നാട്ടിലെ നമ്മുടെ നേതാക്കൾ തന്നെ നമ്മുടെ മതത്തെയും നമ്മുടെ കൾച്ചറിനെയും വില നൽകുന്നില്ല എന്നൊരു റിസെൻമെൻറ്റ് അവിടെ ഉണ്ടാവാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് ഈ ഖൊമേനിയുടെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഒരുപാട് സ്ത്രീകൾ പർദ്ദയിട്ട് തന്നെ ഈ ഖൊമേനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വന്നത്. ഇതേ കാര്യം അൾജീരിയയിൽ നടക്കുന്നുണ്ട്. അൾജീരിയയിലും ഈ ഇടത്തരം കുടുംബത്തിൽ നിന്ന് ആളുകൾ പഠിക്കാൻ വരുമ്പോൾ അവർക്ക് നേറ്റീവായിട്ടുള്ള ഭാഷ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയായിരുന്നു. പക്ഷേ കൊളോണിയൽ ഭരണത്തിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ കോളേജുകളും പ്രിഫർ ചെയ്തിരുന്ന ഫ്രഞ്ച് ഭാഷയായിരുന്നു. നമ്മുടെ തനതായ സംസ്കാരവും നമ്മുടെ തനതായ ഭാഷയ്ക്കും ഇവിടെ വിലയില്ല, നമുക്കിവിടെ പഠിക്കാൻ പറ്റുന്നില്ല എന്നൊരു റിസെൻമെൻറ്റ് ഇവർക്കുണ്ടാകും. എന്നാൽ എങ്ങനെയെങ്കിലും പഠിച്ചു എന്ന് തന്നെ വിചാരിക്കട്ടെ, ഇത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രമുള്ള റിസോഴ്സസ് ഈ സ്റ്റേറ്റുകൾക്കൊന്നും ഉണ്ടായില്ല. മിക്ക ആളുകളും ഈ ബ്യൂറോക്രസിയിലായിരുന്നു ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലെ കാര്യം അറിയാലോ, വർഷങ്ങൾ PSCക്ക് വേണ്ടി ആളുകൾ ഒഴിയുന്ന മാതിരി തന്നെ അവിടെയും ഒരു വിഭാഗം മനുഷ്യർ വർഷങ്ങളോളം ബ്യൂറോക്രസിയിൽ ജോലി കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. പ്രൈവറ്റ് എൻ്റർപ്രൈസസിന് ഇത്രയും ആളുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റിയില്ല. എന്നാൽ സ്റ്റേറ്റിനാണെങ്കിൽ ഇത്രയും ആളുകളെ അഫോർഡ് ചെയ്യാനും പറ്റിയില്ല. ഇതും ഈ മിഡിൽ ക്ലാസ് ആളുകളിൽ നല്ല രീതിയിലുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കി. ഞങ്ങളിവിടെ സ്വീകാര്യരല്ല, ഇതെല്ലാം എലീറ്റ് ആയിട്ടുള്ള മനുഷ്യർക്ക് മാത്രമാണ് കിട്ടുന്നത്, ഞങ്ങൾക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല, എഡ്യൂക്കേഷൻ കിട്ടിയാലും ഞങ്ങളുടെ കൾച്ചറിനെ ഇവർ ഇല്ലാതാക്കാൻ ശ്രമിച്ചു, ഇനി എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ പഠിച്ചാലും നമുക്ക് ജോലിയും കിട്ടുന്നില്ല. ചില സ്ഥലങ്ങളിൽ എഡ്യൂക്കേഷൻ മാത്രമല്ല, ഈ രാഷ്ട്രത്തിൻ്റെ പൊളിറ്റിക്സ് തന്നെ ഈ മിഡിൽ ക്ലാസിനെ മൊബിലൈസ് ചെയ്തു. ഉദാഹരണം, ഈജിപ്തിലുണ്ടായിരുന്ന ഒരു ലിബറൽ പാർട്ടിയായിരുന്നു വഫ്ദ് പാർട്ടി. ഈജിപ്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ തടയാൻ അവിടെയുള്ള ലിബറൽ പാർട്ടിയായ വഫ്ദിന് സാധിക്കുന്നില്ല എന്ന ഫ്രസ്ട്രേഷൻ ആയിരുന്നു ഈജിപ്തിൽ ഒരുപാട് സിവിൽ സൊസൈറ്റിയിൽ നിന്നുള്ള ആളുകളെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് നയിച്ചത്. മുസ്ലിം ബ്രദർഹുഡിൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസും സിവിൽ സർവൻസും ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ രാജ്യത്തുള്ള സിവിൽ സൊസൈറ്റിയിലുള്ള മനുഷ്യർ ഇത്തരം പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഒരു തിയറിയും ഒരു കഥയും അവിടെയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് എന്ന് പറയുന്ന ടീംസിന് കൊടുക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇത് മതത്തിൽ എഴുതി വെച്ചത് എന്നതുകൊണ്ടല്ല ആളുകൾ മാറുന്നത്.
ഇതിനെ നിരാകരിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മൾ ചർച്ച നടത്തുന്നത്. ഇവിടെ പലപ്പോഴും ആളുകൾ ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിൽ തീവ്രവാദം ഉണ്ടെന്നോ ഇസ്ലാമിൽ തീവ്രവാദം ഇല്ലെന്നോ ആണ്. വിശ്വാസി സമൂഹത്തിൽ നിന്നുള്ള ആളുകൾ വന്നിട്ട് ഇസ്ലാമിൽ തീവ്രവാദം ഇല്ല, ഇസ്ലാമിൻ്റെ ഐഡിയോളജി തീവ്രവാദമല്ല എന്ന് പറയും. എന്നാൽ ഇതിനെ ഇസ്ലാമിനെ അറ്റാക്ക് ചെയ്യണമെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇസ്ലാമിൽ തീവ്രവാദമുണ്ട് എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ടു കൂട്ടരും ഈ അണ്ടർലൈൻ നടക്കുന്ന വിവിധ സ്ട്രാറ്റയിൽ നിൽക്കുന്ന മനുഷ്യരുടെ ആശങ്കകളും അവർ നേരിടുന്ന പ്രശ്നങ്ങളും കോൺഫ്ലിക്റ്റിലും എന്താണെന്ന് ഒരു അനാലിസിസ് നടത്തുന്നില്ല. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, കൊളോണിയൽ ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടിയ എല്ലാ രാജ്യത്തിനും നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഇത്. ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് അവിടെ ഇത്ര ഭീകരമായിട്ടുള്ള പൊളിറ്റിക്കൽ ക്രൈസിസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാത്ത ഒരു ഘടകം കൂടെ ഇവിടെ വരുന്നത്. അതാണ് വെസ്റ്റേൺ ഇമ്പീരിയലിസം. നിങ്ങൾക്ക് ഞാനൊരു മാപ്പ് കാണിക്കാം. മിഡിൽ ഈസ്റ്റിലുള്ള ഓയിൽ റിസർവ്സിൻ്റെ മാപ്പാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. 2020 ആകുമ്പോഴത്തേക്കിനും US-ൻ്റെ മിലിറ്ററി ബേസസുകൾ ഈ ഏരിയയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ രാജ്യങ്ങളുള്ള ഇന്റേണൽ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമല്ല പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ഈ ഒരു ഭീകര സ്വത്വം ഇന്നത്തെ നിലയിലായത്. അതിന് നല്ല രീതിയിൽ ചെലവും കൊടുത്തിട്ടുള്ളത് ഇമ്പീരിയലിസ്റ്റ് പവേഴ്സാണ്. ഈ ഒരു കാര്യം പലപ്പോഴും ആളുകൾ ചർച്ച പോലും ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് ഇറാനിൽ മൊസദെക് എന്ന് പറയുന്ന ആൾ ഡെമോക്രാറ്റിക്കലി ഇലക്റ്റായി വരുന്നു. അവിടെയുള്ള ഓയിൽ റിസർവ്സ് നാഷണലൈസ് ചെയ്യണം എന്ന് പറയുമ്പോൾ തന്നെ CIA കൊണ്ട് അദ്ദേഹത്തെ ഓവർത്രോ ചെയ്യുകയാണ്. എന്നിട്ടാണ് വെസ്റ്റിൻ്റെ ഒരു പപ്പറ്റ് ലീഡറായിട്ടുള്ള ഷാനെ അവിടെ ഭരണം ഏൽപ്പിക്കുന്നത്. വെളിയിൽ നിന്നുള്ളൊരു രാജ്യം ഇത്തരം പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻസ് നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ വർഗീയ ശക്തികൾ ശക്തപ്പെടുകയാണോ അല്ലയോ? ഗദ്ദാഫിയുടെ കാര്യം എടുക്കുക. ഇനി മുതൽ നമ്മളൊരു പാൻ ആഫ്രിക്കൻ കറൻസി ഉണ്ടാക്കണമെന്നും ഡോളറിലും യൂറോയിലും നമ്മൾ ട്രേഡ് ചെയ്യാമെന്നത് നമ്മൾ നിർത്തേണ്ടതുണ്ട് എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം അവിടെയുള്ള റിബൽസിനെ സപ്പോർട്ട് ചെയ്യുകയും ആ റിബൽസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നത് നേറ്റോയും US ആർമികളുമാണ്. ഇന്ന് ലിബിയയുടെ അവസ്ഥ എന്താണ്? അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് ഭരണം വരും എന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദീൻ ഗ്രൂപ്പുകളെ ഫണ്ട് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും അമേരിക്കയാണ്. തീർത്തും സെക്യുലർ ആയിട്ടുള്ള PLO പോലുള്ള റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ്സ് അവിടെ വന്നപ്പോൾ ഹമാസ് പോലുള്ള ഒരു എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പിനെ ഫണ്ട് ചെയ്യുകയും അവരുടെ ആദ്യമായിട്ടുള്ള പള്ളികൾ പണിയാൻ ഫണ്ട് കൊടുക്കുകയും ചെയ്യുന്നത് ഇസ്രായേലാണ്. ഹമാസും PLOയും തമ്മിൽ തല്ലി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പലസ്തീൻ ലിബറേഷൻ മൂവ്മെൻറ്റ് വീക്കനാകുമെന്ന് ഇസ്രായേൽ നന്നായി അറിയായിരുന്നു. സിറിയയിൽ എന്താണ് നടക്കുന്നത്? ബഷർ അൽ അസാദ് എന്ന് പറയുന്ന ആൾ ഡിക്റ്റേറ്ററാണ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ഫണ്ടമെൻ്റലിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്ത് അവിടെ ഇപ്പോൾ ഫണ്ടമെൻ്റലിസ്റ്റുകളാണ് ഭരിക്കുന്നത്. ഇന്ന് സിറിയയുടെ ലീഡറായ ജൊലാനിയുടെ തലയ്ക്ക് പണ്ട് അമേരിക്ക ഒരു വിലയിട്ടിരുന്നു. എന്നാൽ ഇതേ ജൊലാനി ഇന്ന് കോട്ടും സൂട്ടും ഇട്ട് അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് കെട്ടിപ്പിടിക്കുകയും മീറ്റിംഗ് നടക്കുകയും ചെയ്യുന്നത് നമ്മളിന്ന് കാണുന്നു. ഇറാഖിൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക അവിടെ പോയി ബോംബിടുന്നു. എന്നിട്ടൊന്നും കിട്ടുന്നുമില്ല. ഈജിപ്തിൻ്റെ ലീഡറായ നാസർ ഞങ്ങളുടെ ഭൂമിയിൽ നിൽക്കുന്ന ഞങ്ങളുടെ ലേബർ കൊണ്ടും ഞങ്ങളുടെ റിസോഴ്സ് കൊണ്ടും പണിഞ്ഞ സൂയസ് കനാൽ ഞങ്ങൾക്ക് നാഷണലൈസ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എന്താണ് നടന്നത്? UK-യും ഫ്രാൻസും ഇസ്രായേലും കൂടെ പ്ലോട്ട് ചെയ്ത് ഈജിപ്തിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇന്ന് മിഡിൽ ഈസ്റ്റ് നടക്കുന്ന സുഡാൻ കോൺഫ്ലിക്റ്റ് ആയിക്കോട്ടെ, യമൻ കോൺഫ്ലിക്റ്റ് ആയിക്കോട്ടെ, പലസ്തീൻ കോൺഫ്ലിക്റ്റ് ഇവിടെയൊക്കെയുള്ള ഇമ്പീരിയലിസ്റ്റ് പവേഴ്സിൻ്റെ ഇടപെടലിൽ നമുക്ക് കാണാതെ പറ്റത്തില്ല. എന്നാൽ നമ്മുടെ സമൂഹത്തിലുള്ള സാമൂഹിക നിരീക്ഷകർ എന്ന് പറയുന്ന ആളുകൾ എന്താണ് പറയുന്നത്? ഈ വിഷയങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യാതെ ഖുറാനിലെ 5:10 എന്തിരിക്കുന്നു, 22:30 എന്തിരിക്കുന്നു, 45:35 എന്തിരിക്കുന്നു എന്നതാണ്. ചരിത്രത്തിൽ നിന്ന് നമ്മൾ എന്ത് പഠിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ചരിത്രത്തിൽ നിന്ന് നമ്മളൊന്നും പഠിക്കുന്നില്ല എന്നാണ്. കാരണം ചരിത്രം എന്താണ് നമ്മളെ കാണിക്കുന്നത്? ഈ പൊളിറ്റിക്കൽ ഇസ്ലാം പോലുള്ള വളരെ തീവ്രമായിട്ടുള്ള ആശയങ്ങളും തീവ്രമായിട്ടുള്ള മൂവ്മെൻറ്റുകളും സ്പ്രെഡ് ആവാനുള്ള പ്രധാന കാരണം ഈ മനുഷ്യരുടെ അരക്ഷിതാവസ്ഥയാണ്. ഈ മാറുന്ന സാമ്പത്തിക ക്രമങ്ങളിൽ ആശങ്കയുള്ള മനുഷ്യർ അഭയം തേടുന്ന മൂവ്മെൻറ്റുകളാണ് ഇതൊക്കെ. നിങ്ങൾക്ക് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തടയണമെന്ന് സീരിയസ് ആയിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വളർത്തുന്ന സാഹചര്യങ്ങൾ എന്താണ്? അതിനെ ഇല്ലാതാക്കുക. ആളുകളുടെ മെറ്റീരിയൽ ആൻഡ് സോഷ്യൽ നീഡുകൾ സാറ്റിസ്ഫൈ ആകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. മുസ്ലിങ്ങളെല്ലാം പൊട്ടൻഷ്യൽ ജിഹാദികളാണെന്നും അവർ പൊട്ടിത്തെറിക്കാൻ നടക്കുന്നവരാണെന്നും ഇവരുടെ മതം ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന നറേറ്റീവുകൾ ഉള്ള ഒരു ഡിസ്കോഴ്സാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ അവിടെ കൂടുതൽ അരക്ഷിതാവസ്ഥയെ വരത്തുള്ളൂ. യു ആർ ആക്ച്വലി ഹെൽപ്പിംഗ് പൊളിറ്റിക്കൽ ഇസ്ലാം. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം വന്ന ഒരു സ്ഥലത്തും ഇസ്ലാമിനെ വിമർശിച്ചതുകൊണ്ടോ വിമർശിക്കാത്തത് കൊണ്ടോ അല്ല അവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ശക്തി കൂടിയതും കുറഞ്ഞതും. അവിടെയുള്ള മനുഷ്യർ ഞങ്ങളിവിടെ സ്വീകാര്യരല്ല എന്നൊരു ബോധ്യം അവർക്കുണ്ടായപ്പോഴാണ്. അപ്പോൾ നിങ്ങൾ മുസ്ലിങ്ങളൊക്കെ പൊട്ടൻഷ്യൽ തീവ്രവാദികളാണെന്നും ഓരോ വീട്ടിലും ഒരു പൊട്ടൻഷ്യൽ ജിഹാദി ഉണ്ടെന്നും ഖുറാൻ വായിച്ചു കഴിഞ്ഞാൽ ജിഹാദിലേക്ക് ആളുകൾ പോകാൻ സാധ്യതയുണ്ടെന്നും ഇവരെ സൂക്ഷിക്കേണ്ടതുണ്ടെന്നും തട്ടമിട്ട് കാണുന്ന ആളുകളെ പേടിക്കുന്നത് നോർമലാണെന്നും ഇസ്ലാമോഫോബിയക്ക് കാരണം മുസ്ലിങ്ങളാണെന്നും എന്ന നറേറ്റീവിൽ വിശ്വസിക്കുന്ന ആളാണ്. ദെൻ സർപ്രൈസ്, യു ആർ ദ വൺ മേക്കിംഗ് പൊളിറ്റിക്കൽ ഇസ്ലാം എ സക്സസ്ഫുൾ പ്രോജക്റ്റ്. ഇമ്പീരിയലിസവും എക്കണോമിക് റിലേഷൻസും ആളുകളുടെ അരക്ഷിതാവസ്ഥയും ചർച്ച ചെയ്യാതെ ഖുറാനിലെ കുറച്ച് വേഴ്സുകൾ വെച്ച് നിങ്ങൾക്ക് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തടുക്കാൻ പറ്റും നിങ്ങൾ കരുതുന്നുണ്ടോ? ബെസ്റ്റ് ഓഫ് ലക്ക്.